വാട്സപ്പിൽ ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഒരുപാട് നല്ല നല്ല ഫീച്ചറുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം AI സംവിധാനങ്ങളടക്കം ഒരുപാട് നല്ല നല്ല ഫീച്ചറുകൾ ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു. AI സംവിധാനത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ വീഡിയോ ചെയ്തിട്ടില്ല. ഇന്നത്തെ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിനോടനുബന്ധിച്ച് ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടി വന്നിട്ടുണ്ട്. അതും ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വാട്സപ്പിൽ ഈയിടെയായിട്ട് വന്ന പുതിയ പുതിയ ഫീച്ചറുകൾ അതെങ്ങനെയാണ് ഉപയോഗിക്കുക അതിനെക്കുറിച്ചുള്ള ചെറിയൊരു വിശദീകരണമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടാതിരിക്കില്ല. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. ഞങ്ങളുടെ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാൻ സാധിക്കും. ഈ നെയിം നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്ക് പേജിലേക്കും അതുപോലെ തന്നെ യൂട്യൂബ് ചാനലിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. മെറ്റ AI ബന്ധപ്പെട്ട ചെറിയൊരു വിശദീകരണം മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഭാഗത്തും അതുപോലെ തന്നെ മുകളിലും മെറ്റ AI ആ ഒരു സിമ്പൽ കാണാൻ സാധിക്കും. അവിടെ എവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ഇൻ്റർഫേസിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഇവിടെ നമുക്ക് എന്ത് വേണമെങ്കിലും മെറ്റ AIയോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ അതിൻ്റെ മറുപടി നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് അയച്ചു തരും. ഞാനിവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പോൾ നിങ്ങൾ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഡോഗ് വിത്ത് ക്യാറ്റ് എന്ന് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ട് ഇവിടെ സെൻഡ് കൊടുക്കുകയാണ്. നമുക്ക് നോക്കാം ഇവർ എന്താണ് മറുപടി തരുന്നതെന്ന്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇവർ വളരെ ഫാസ്റ്റായിട്ട് ആ ഒരു പൂച്ചയുടെയും നായയുടെയും ചിത്രം നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഇതൊരു മെറ്റ AIയിലൂടെയാണ് ഇത് നമുക്ക് അയച്ചു തന്നത്. ഈ ഒരു ചിത്രം വേറെ ആരുടെ കയ്യിലും ഉണ്ടാകില്ല. നമുക്ക് എന്തിനു വേണമെങ്കിലും ഈ ഒരു ചിത്രം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി ഇത് നമുക്കിപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇത് ഗാലറിയിലേക്ക് വരും. നല്ല ക്ലാരിറ്റിയോടുകൂടി ക്വാളിറ്റിയോട് കൂടിയിട്ടാണ് അവർ അയച്ചു തരിക. നമുക്ക് ഇത് ഗാലറിയിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ഇവിടെ 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് ഇത് സേവ് ചെയ്യേണ്ട ഓപ്ഷനുണ്ട്, അതുപോലെ തന്നെ ഷെയർ ചെയ്യേണ്ട ഓപ്ഷനും ഉണ്ട്. ഓൾറെഡി ഇത് നമ്മുടെ ഗാലറിയിൽ സേവ് ആയിരിക്കും. കാരണം നമുക്കിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് ഡൗൺലോഡ് ആയിട്ടുണ്ടാകുക. നേരെ ബാക്ക് വന്നിട്ട് ഇവിടെ ഗാലറി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇമേജിൻ്റെ ഭാഗത്ത് ഈ ഒരു പിക്ചർ വന്നിട്ടുണ്ടാകും. നിങ്ങൾ കാണാം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇനി നമുക്കൊന്ന് ബാക്ക് വരാം. വീണ്ടും വാട്സാപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഞാനിവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ടൈപ്പ് ചെയ്യാണ്. ഹൗ ടു മേക്ക് ഫിഷ് ബിരിയാണി എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്കൊന്ന് സെൻഡ് ചെയ്ത് നോക്കാം. സെൻഡ് ചെയ്തു. ഉടനെ തന്നെ ഇതാ എങ്ങനെയാണ് ഒരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കുന്നത് അതിൻ്റെ കംപ്ലീറ്റ് റെസിപ്പി ഇവിടെ നമുക്ക് നൽകിയിട്ടുണ്ട്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്പർ ഇട്ടിട്ട് ഇവിടെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട്. വളരെ കൃത്യമായിട്ട് നമുക്കൊരു ഫിഷ് ബിരിയാണി ഇനി തയ്യാറാക്കാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാത്ത ഒരു ഭാഷയാണ്, ഇപ്പോൾ ഇംഗ്ലീഷ് എല്ലാവർക്കും അറിഞ്ഞുകൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് അറിയാത്ത ഒരു ഭാഷയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നേരെ ഷെയർ ചെയ്ത് ഗൂഗിൾ ട്രാൻസ്ലേറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ലാംഗ്വേജ് മാറ്റി നിങ്ങളുടെ ലാംഗ്വേജിലേക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇവിടെ ഷെയറിൻ്റെ ഐക്കൺ ക്ലിക്ക് ചെയ്ത് നേരെ ഗൂഗിളിലേക്ക് ഇത് ഷെയർ ചെയ്തിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്താൽ മതി. വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അങ്ങനെ നമുക്ക് എന്തിൻ്റെ കുറിച്ച് ചോദിക്കണമെങ്കിലും ഇവിടെ മെറ്റ AIയോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ മറുപടി വളരെ ഫാസ്റ്റായിട്ട് അവർ നൽകുകയും ചെയ്യും. ഇപ്പോൾ ഞാനൊരു പ്രൊഫൈൽ ഇവിടെ തിരഞ്ഞെടുത്തിട്ട് ഇവിടെ നമ്മൾ ആ ഒരു ഇമേജ് അയക്കുന്ന ആ ഒരു പിന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇമേജിൻ എന്നൊരു മെറ്റ AIയുടെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്. അവിടെ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയും മെറ്റ AIയുടെ ഒരു പുതിയ സംവിധാനം ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെയും നമുക്ക് എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു ഫോട്ടോസിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടൈപ്പ് ചെയ്യാണ്. ഇവിടെ ഞാൻ ടൈപ്പ് ചെയ്യുന്നത് ക്യാറ്റ് വിത്ത് കാർ എന്നാണ് ഞാനിവിടെ ടൈപ്പ് ചെയ്യുന്നത്. ഓക്കെ, ടൈപ്പ് ചെയ്ത ഉടനെ തന്നെ ആ ഒരു പിക്ചർ AI സംവിധാനത്തിൽ നമുക്ക് റെഡി ആയിട്ടുണ്ട്. നമ്മൾ സെൻഡ് കൊടുക്കുക. അതിനുശേഷം ഇവിടെ ആനിമേറ്റ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആനിമേറ്റഡ് രൂപത്തിലുള്ള ഒരു പിക്ചർ ആക്കിയിട്ട് നമുക്കിവർ അയച്ചു തരികയും ചെയ്യും. AI സംവിധാനത്തിൽ വളരെ ക്ലാരിറ്റിയോടുകൂടി ഇപ്പോൾ നമുക്ക് ആ ഒരു ചിത്രം അയച്ചു തന്നിട്ടുണ്ട്. ചെറുതായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പിക്ചറാണ് ഇപ്പോൾ നമുക്ക് നൽകിയിട്ടുള്ളത്. ജസ്റ്റ് ഇവിടെ സെൻഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ഇത് സെൻഡ് ആകും.
ഇവിടെ നിന്നും നമുക്ക് ഗാലറിയിലേക്ക് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് മുകളിൽ കാണുന്ന ആ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഷെയർ ചെയ്യണമെങ്കിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ സേവ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് ഗാലറിയിൽ ഇപ്പോൾ ഗാലറിയിൽ സേവ് ആയിട്ടുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ജസ്റ്റ് ബാക്ക് വന്നിട്ട് ഗാലറി ഓപ്പൺ ചെയ്തിട്ട് വീഡിയോസ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പിക്ചർ ആനിമേറ്റഡ് രൂപത്തിൽ ഇവിടെ സേവ് ആയി കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഞാനിപ്പോൾ ജസ്റ്റ് കാണിച്ചു തരാൻ വേണ്ടി 1-2 കാര്യങ്ങൾ മാത്രമേ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ AI സംവിധാനത്തിൽ ഉണ്ട്. ഇനി നമുക്ക് ഒന്ന് ബാക്ക് വരാം. ബാക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ മറ്റൊരു സംവിധാനം ഇതിൽ വന്നിട്ടുള്ളത് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഫേവറേറ്റ്സ് എന്നൊരു ഓപ്ഷൻ. അവിടെ നമുക്കിഷ്ടപ്പെട്ട ആളുകളെ ഫേവറേറ്റ്സിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഇതിനു മുമ്പ് ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതാണ്, എന്നാലും ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഞാനൊരു സുഹൃത്തിനെ ലോങ് പ്രസ് ചെയ്യാണ്. അങ്ങനെ സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ വലതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു 3 ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആഡ് ടു ഫേവറേറ്റ്സ് എന്നൊരു ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ ഫേവറേറ്റിലേക്ക് പോയിട്ടുണ്ടാകും. പിന്നെ താഴോട്ടേക്ക് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഫേവറേറ്റ്സ് എന്ന ഈ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ആഡ് ചെയ്തിട്ടുള്ള ആ ഒരു പ്രൊഫൈൽ ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇവിടെ അത് വേണ്ട എങ്കിൽ മാനേജ് ഫേവറേറ്റ്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നമുക്ക് എത്രത്തോളം ഫേവറേറ്റ് ഉണ്ട് അതൊക്കെ നമുക്കിങ്ങനെ റിമൂവ് ചെയ്യാനും വേണ്ടെങ്കിൽ റിമൂവ് ചെയ്യാനും സാധിക്കും. ഇങ്ങനെ ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പോൾ അടുത്തായിട്ട് വന്നിട്ടുണ്ട്. അതിൽ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോയുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.